ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു വെറൈറ്റി രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സവാള ഫ്രൈ ചെയ്തിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞ് നല്ലവണ്ണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ്. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിന് വേണ്ട ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിക്കണം. അതായത് ഇത് നാടൻ ചിക്കനാണ്, അതുകൊണ്ടാണ് 4 വിസിൽ വേവിക്കേണ്ടി വരുന്നത്. ഇനി നമുക്ക് ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലിട്ട് നല്ലവണ്ണം ക്രഷാക്കി എടുക്കണം. അധികം അരയരുത്. ഇനി നമുക്ക് തൊലി കളഞ്ഞ് വെച്ച ഉള്ളി ചെറുതായി അരിഞ്ഞെടുക്കണം നീളത്തിൽ. അതുപോലെ തക്കാളി ഞാൻ റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ തൊലി കറിയിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ കഴിയും. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി 3/4 ഭാഗവും എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നല്ലവണ്ണം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. നല്ല ബ്രൗൺ കളറായി വരണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ 3/4 ഭാഗം നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തു വെച്ചല്ലോ, അതിലെ ബാക്കി 1/4 ഭാഗം നമുക്ക് ഗ്രേവിയാക്കാൻ വേണ്ടി ഇതിലേക്ക് ഇടാം. നല്ലവണ്ണം വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം വെന്ത് ഉടഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഉള്ളിയും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വന്ന ഉള്ളി. ഇനി നമ്മൾ നേരത്തെ തക്കാളിയൊക്കെ ഇട്ട് നല്ലവണ്ണം വെന്തുടഞ്ഞ് വന്നതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി മിക്സാക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി നോക്കിയിട്ട് അത് വേണമെങ്കിൽ ചേർക്കാം. ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സവാള ഫ്രൈ ചെയ്ത് ചേർക്കുന്നതാണ്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്ന രീതി തന്നെ, അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത സവാള കൂടി ഇട്ട് മിക്സാക്കിയിട്ടുണ്ട്. അത് എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ബിരിയാണിയുടെ കൂടെയൊക്കെ സൂപ്പർ ആയിരിക്കും.